പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ഗോൾഡ്മാൻ സാൻസ് സെൽ എന്ന റേറ്റിംഗും 7% ഡൗൺ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2% ഇടിഞ്ഞ ഒരു സ്റ്റോക്കാണ് ഡിമാർട്ട്. ഡിമാർട്ടിൽ നിന്ന് 2.5% ഇടിഞ്ഞ് 3718 ക്ലോസിംഗ് നൽകി. 52 വീക്കായി 5484, 52 വീക്കിലോ 3564. 2.42 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 90. ഗോൾഡ്മാൻ സാൻസ് ഡിമാർട്ടിൻ്റെ ടാർഗറ്റ് 3425 കുറച്ചു. മുമ്പ് 4000 രൂപയുടെ ടാർഗറ്റായിരുന്നു. കൂടാതെ സെൽ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു. ഡിമാർട്ട് അതിൻ്റെ മോട്ട് നിലനിർത്തുന്നതിന് വേണ്ടി, അതായത് ബിസിനസ് മോട്ട് നിലനിർത്തുന്നതിന് വേണ്ടി കമ്പനി ഉയർന്ന ഡിസ്കൗണ്ടുകൾ ഓഫർ ചെയ്യുന്നു. ജൂലൈ മാസത്തിൽ 15% ഡിസ്കൗണ്ടാണ് നൽകിയിരുന്നെങ്കിൽ ഡിസംബർ മാസത്തിൽ കമ്പനി 25% ഡിസ്കൗണ്ട് നൽകുന്നു. ഉയർന്ന രീതിയിൽ കമ്പനി ഡിസ്കൗണ്ട് നൽകുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെയും ഏണിങ്സിനെയും ബാധിച്ചേക്കാമെന്നാണ് ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 2025, 26, 27 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഏണിംഗ് എസ്റ്റിമേറ്റ് 4.2%, 6.2%, 6.1%, ഇടിയാൻ സാധ്യതയുണ്ട്. ക്വിക്ക് ഡെലിവറി സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിൽ നിന്നും കമ്പനി കടുത്ത കോമ്പറ്റീഷനാണ് നേരിടുന്നത്. ഈ കോമ്പറ്റീഷനെ കമ്പനിയുടെ ബിസിനസ് മോട്ടായ ഡിസ്കൗണ്ട് വഴി മറികടക്കാനാണ് ഡിമാർട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 5% വർദ്ധിച്ച് 623 കോടിയിൽ നിന്നും 689 കോടിയായി മാറുകയും റവന്യൂ 14% വർദ്ധിച്ച് 14,445 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ കറക്ഷന് ശേഷം സ്റ്റോക്ക് കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നീങ്ങിയിട്ടുണ്ട്. 3600 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട്. 3600 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് 3250, ഇവൻ സൈക്കോളജിക്കൽ സപ്പോർട്ടായ 3000 വരെ ഇടിയാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ശക്തി പമ്പുമായി ബന്ധപ്പെട്ടത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 5% ഉയർന്ന് 820 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29. 52 വീക്കിലോ 184, 52 വീക്കായി 899. ശക്തി പമ്പ് എന്ന സ്റ്റോക്കിൽ ഇന്ന് ബൈയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിലെ പ്രധാന കാരണം മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ശക്തി പമ്പിന് 25,000 DC സോളാർ ഫോട്ടോ വോൾട്ടായിക് വാട്ടർ പമ്പിംഗ് സിസ്റ്റം സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ നൽകിയിട്ടുണ്ട്. 754 കോടി രൂപയുടെ ഓർഡറാണ് ശക്തി പമ്പിന് ലഭിച്ചത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പ്, എനർജി എഫിഷ്യൻറ്റ് മോട്ടോർ എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഡൊമസ്റ്റിക് സോളാർ പമ്പ് ഇൻഡസ്ട്രിയിൽ 35% മാർക്കറ്റ് ഷെയർ ഉള്ളതും കുസും എന്ന ഗവൺമെൻറ് സ്കീമിൽ നിന്നും വളരെയധികം അഡ്വാൻറ്റേജ് ലഭിച്ചതുമായ ഒരു കമ്പനിയാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ 5 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 101 കോടിയിലേക്ക് കമ്പനി ഉയർത്തുകയും റവന്യൂ 315% വർദ്ധിച്ച് 634 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശക്തി പമ്പിൻ്റെ ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ 900 എന്ന ലെവലിൽ നിന്നും ഒരു കറക്ഷൻ വന്നതിന് ശേഷം റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് സ്റ്റോക്ക് റിക്കവറിക്ക് ശ്രമിക്കുകയാണ്. ഇവിടെ 825 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, 825 എന്ന ലെവൽ മറികടന്നാൽ 875, 900 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് എത്തിയേക്കും. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ തന്നെയാണ് കാണുന്നത്. 850 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പ്രീവിയസ് ഹൈ ലെവലിലേക്കോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ സ്റ്റോക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.